ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് 1 ദിനവൃത്താന്തം 6-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ ലേവി ഗോത്രത്തിൻ്റെ പ്രവർത്തനവും അവരുടെ വംശാവലിയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഈ ദിനവൃത്താന്ത എഴുത്തുകാരൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ലേവ്യ ഗോത്രവും അതിൻ്റെ ആ പൗരോഹിത്യ ക്രമത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആ പൗരോഹിത്യ ക്രമത്തിൻ്റെ നിയമസാധുത പറയേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ദേവാലയത്തെയും ആരാധനയ്ക്കും പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്ന ജനമാണെന്ന് നമുക്കറിയാം. ഈ ഒരു നിയമസാധുത പറയാൻ കാരണം ശമര്യരും പൗരോഹിത്യ സ്ഥാനം അവകാശപ്പെട്ടവരാണ്. അവർ അവകാശം ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലും. അതുകൊണ്ടാണ് യെരുശലേം ദേവാലയം പണിതതിൻ്റെ ഓപ്പോസിറ്റ് പ്രവാസത്തിന് മടങ്ങി വന്ന ഇസ്രായേൽ ജനം പുതുക്കി പണിയാൻ അവരെ സഹകരിപ്പിക്കാഞ്ഞതിൻ്റെ പേരിലാണല്ലോ അവർ ഗെരിശീനിൽ മറ്റൊരു ദേവാലയം പണിതതും. ആ പശ്ചാത്തലത്തിലാണ് സമരിയാസ്ത്രീയും യേശുവുമുള്ള സംഭാഷണം യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോഴാണ് സമരിയാസ്ത്രീ പറയുന്നത്, യഹൂദന്മാർ പറയുന്നത് ദൈവം ആ മലയിലാണ്, ഞങ്ങൾ സമരിയിൽ പറയുന്നത് ഈ മലയിലാണെന്നൊക്കെ പറയാനുള്ള സാഹചര്യം അതാണ്. അപ്പം അതുകൊണ്ട് ഈ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ച, അതിൻ്റെ ആധികാരികത എന്ന് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമായി ഇവിടെ വരികയാണ്. അതുകൊണ്ടാണ് ഇതിവിടെ പറയാനുള്ള കാരണം. ലേവിയുടെ പുത്രന്മാർ 3 പേരാന്ന് നമുക്കറിയാം. ഗർഷോം, കൊഹാത്ത്, മെറാറി. ഈ 3 പേരിൽ നിന്നാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ആ കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ലേവ്യ പുസ്തകത്തിലൊക്കെ നമ്മളത് വ്യക്തമായി വായിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ദേശം കനാനിൽ വന്ന് ദേശം ഭാഗിച്ചപ്പോൾ ലേവ്യ ഗോത്രത്തിന് മാത്രം അതിൽ അവകാശം കൊടുത്തില്ല. ബാക്കി 11 ഗോത്രക്കാരെ അവരുടെ അവകാശത്തിൽ നിന്ന് ലേവ്യ ഗോത്രത്തിന് നൽകുകയാണ് ചെയ്തത്. ആടുമാടുകളെയും സ്ഥലങ്ങളും പാർക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവർ ക്രമീകരിച്ചു കൊടുക്കുകയാണ്. ദൈവികമായ ശുശ്രൂഷയിൽ പൂർണ്ണമായി സമർപ്പിതരായിരിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ഒരു കാര്യം അവർക്ക് വേണ്ടി അവിടെ ചെയ്തിട്ടുള്ളത്. 1 മുതൽ 15 വാക്യങ്ങളിൽ പ്രവാസകാലം വരെയുള്ള ലേവ്യ പൗരോഹിത്യത്തിലെ പുരോഹിതന്മാരുടെ ഒരു വിവരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനിയും 16 മുതൽ 47 വാക്യം വായിക്കുമ്പോൾ ലേവ്യർ ദേവാലയത്തിലെ ജോലികൾക്ക് മാത്രമായി നിയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കിനി ഇവിടെ കാണാൻ മാറുന്നുണ്ട്. ശലോമോൻ ദൈവാലയം പണിയുന്നത് വരെ സമാഗമന കൂടാരമായിരുന്നല്ലോ. ആ കൂടാരത്തിൽ ദൈവാലയത്തിൽ സംഗീതം ആലപിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ ലേവ്യ ഗോത്രക്കാർക്കായിരുന്നു. അതിൻ്റെ ക്രമം ദാവീദ് തന്നെ ഇതിനു മുമ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 28-ാം വാക്യത്തിൽ ഈ ലേവ്യ ഗോത്രത്തിൽ ശമൂവേലിൻ്റെ പേര് ഉൾപ്പെടുത്തിയതായി നമ്മൾ കാണുന്നുണ്ട്. 1 ശമൂവേൽ 1-ാം അധ്യായം അനുസരിച്ച് ശമൂവേൽ എബ്രയീം ഗോത്രക്കാരനാണോ, ലേവ്യ ഗോത്രക്കാരനല്ല. എന്നാൽ ഇവിടെ ദിനവൃത്താന്ത എഴുത്തുകാരൻ ശമൂവേലിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം പൗരോഹിത്യമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ പേരിലാവാം. പിന്നെ 48 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലേവ്യരുടെയും പുരോഹിതന്മാരുടെയും ചുമതലകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. സാധാരണ ലേവ്യരൊക്കെ യാഗാദി കർമ്മങ്ങൾക്ക് പുരോഹിതന്മാരെ സഹായിക്കുവാനുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. യാഗാദി കർമ്മങ്ങൾ ചെയ്തു വന്നത് അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതന്മാരാണ്. അവർക്ക് മാത്രമേ യാഗം അർപ്പിക്കാനും അവിടെ ധൂപം വെക്കാനും അതിനെ ദഹിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവകാശം അവർക്ക് മാത്രമാണ്. ബാക്കി ലേവ്യഗോത്രക്കാരൊക്കെ ആ ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവരെ സഹായിക്കുക മാത്രമാണ് ചെയ്തു വന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതന്മാർ മാത്രം. സംഖ്യാപുസ്തകം 18-5 മുതൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതന്മാരുടെ പട്ടികയാണ് 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ലേവിയുടെ പുത്രന്മാരായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ 3 പേരുടെ പേര് പറയുന്നു. അവരിൽ നിന്നും അവരുടെ മക്കളും ആ അവകാശം ലഭിച്ച് അഭിഷേകം ചെയ്യപ്പെടുന്നവർ മാത്രമാണ് യാഗം അർപ്പിക്കാനുള്ള അവകാശമുള്ളത്. 54 മുതൽ 81 വരെയുള്ള വാക്യങ്ങളിൽ ലേവ്യ ഗോത്രക്കാർക്ക് മറ്റു ഗോത്രക്കാർ കൊടുത്ത സ്ഥലത്തിൻ്റെയും പട്ടണത്തിൻ്റെയും ഒരു വലിയ വിസ്തീകരണം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചിന്തിക്കേണ്ടത്, പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണ്. 1 പത്രോസ് 2:9 പത്രോസ്ലീഹ പറയുന്നു, നിങ്ങളോ അന്ധകാലത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. അപ്പോൾ രാജ്യത്വവും പൗരോഹിത്വവും പ്രവാചകത്വവും ഒക്കെ എല്ലാ വിശ്വാസികൾക്കും സ്നാനത്തിൽ ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമുക്ക്, കാരണം യഥാർത്ഥ പുരോഹിതൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഭാഗമായി നമ്മൾ മാറ്റപ്പെടുമ്പോൾ, അവനോട് സംയോജിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിലുള്ളതൊക്കെ നമ്മിലേക്ക് വ്യാപരിക്കുന്നു, ആ അവകാശങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെയും ശുശ്രൂഷ പൗരോഹിത്യം വ്യത്യസ്തമാണ്. ആ ശുശ്രൂഷ പൗരോഹിത്യത്തിന് വേണ്ടി ചില ആളുകളെ വിളിക്കുകയും അഭിഷേകം ചെയ്യുകയും അവരെ അംശവസ്ത്രം ധരിപ്പിക്കുകയും ഒക്കെ ഈ പുതിയ നിയമത്തിലും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും പുരോഹിത ഗോത്രത്തിൽപ്പെട്ടതാണെങ്കിലും ഇങ്ങനെയുള്ള ചില പ്രത്യേക ഉത്തരവാദിത്വങ്ങൾ അപ്രകാരമുള്ള ആളുകളെയാണ് അവിടെ പരമേൽപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതന്മാർ ചെയ്യേണ്ട ധൂപം അഹരോന്റെ പുത്രന്മാർ കയറ്റി അവിടേക്ക് ധൂപം വയ്ക്കുകയും അവരെ ഭൂമി വിഴുങ്ങുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ ദൈവം ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ആ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാണ്, യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും എല്ലാവരും. അതുകൊണ്ട് കർത്താവ് സ്ത്രീഹന്മാരെ അയക്കുമ്പോൾ പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിനുണ്ടായിരുന്ന അധികാരം കർത്താവ് സ്ത്രീഹന്മാരെ ഭരമേൽപ്പിക്കുകയാണ് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ പ്രവർത്തനം ഇവിടെ തുടരാൻ വേണ്ടി. അപ്പോൾ ഞാനും നിങ്ങളും കർത്താവിനോട് സംയോജിക്കപ്പെട്ട് ആ സ്വർഗരാജ്യത്തിൻ്റെ തുടക്കം യേശു ആരംഭിച്ചെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഈ പ്രപഞ്ചത്തെ മാനവജാതിയെ മുഴുവൻ വഴി നടത്താനുള്ള വിളി നമുക്കുണ്ട് എന്ന ഒരു കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കർത്താവിനോട് ചേർന്ന് ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായി നമുക്ക് ജീവിപ്പാനും പ്രവർത്തിപ്പാനും സാധിക്കണം. അത് മറ്റുള്ളവരെ ഉപദേശിക്കലും ആയാലും, മറ്റുള്ളവരെ സ്നേഹിക്കലായാലും, അല്ലെങ്കിൽ അഭിഷിക്ത പുരോഹിതന്മാരായിട്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നതായാലും, അതിന് പകരം നമുക്കറിയാമല്ലോ സവിശുദ്ധ കുർബാനയും മറ്റു കുദാശ കർമ്മങ്ങളൊക്കെയാണ് അഭിഷിക്തർ ചെയ്യുന്നത്. അവരെ അതിനുവേണ്ടി പ്രത്യേകം വിളിക്കുകയും പ്രത്യേകം നിയമിക്കുകയും അതിനുള്ള അധികാരം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റാർക്കും കയറി ചെയ്യുവാനുള്ള അവകാശവുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ലേവ്യ ഗോത്രം അവരുടെ ഇത് പിന്തുടർച്ച അവരുടെ അവകാശം, അവരെന്തെല്ലാം ചെയ്തിരുന്നു എന്നതിനെപ്പറ്റി വിശദമായ ഒരു ലിസ്റ്റ് ഈ 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ഗോത്രങ്ങളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു, ആദ്യ യഹൂദ ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞ് ഇപ്പോൾ ലേവ്യ ഗോത്രം വരെ നമ്മൾ വായിക്കുവാൻ നമുക്കിടയായി തീർന്നു. അതനുസരിച്ച് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുവാനും നമ്മളും ഒരു യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ഗോത്രത്തിൽപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടെ, ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമാണ് നമ്മളെന്നുള്ള ബോധ്യത്തോടെ ദിവസവും ദൈവവുമായുള്ള യേശുക്രിസ്തുവുമായുള്ള ഒരു ബന്ധത്തിൽ ഭൂമിയിൽ ജീവിപ്പാൻ നമ്മുടെ വേദപുസ്തക വായനകളും പ്രാർത്ഥനകളും ആരാധനകളും ക്രിസ്തീയമായ എല്ലാ ശുശ്രൂഷകളും നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.